സിന്ധു ശൃംഗം നമ്മള് കണ്ടിട്ട് അന്ന് എവിടെ നമ്മളെടുത്ത ശൃംഗം അല്ലെ? അതെടുത്ത പിന്നെ എന്താ അന്ന് നിങ്ങൾ തല ഇറങ്ങിയല്ലേ അവിടെ ചോർക്കുന്നുണ്ടോ? തല ഇറങ്ങി ചോർക്കുന്നുണ്ടോ? അന്ന് എത്ര നാളായി സിസ്റ്റർ നമ്മളിപ്പോ എടുത്ത? 3-4 മാസമായിരുന്നു. എന്തോ അവസ്ഥ? അത് എടുത്ത പിന്നെ എന്തൊക്കെയാ വ്യത്യാസം? ഒത്തിരി മാറ്റമുണ്ട്. എന്തിന്? ഈ കല്ലിപ്പിനൊക്കെ. പിന്നെ വേറെ വേദനയുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള വലിച്ചിലില്ലേ, അതിന് കുറവുണ്ട്. പിന്നെ വേറെ കളർ തന്നെ സ്വല്പം മാറിയല്ലോ ആ ഭാഗത്തെ അല്ലേ? അന്ന് ചെറിയ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കല്ലിപ്പൊരു വിഷയമായിരുന്നു. പിന്നെ കല്ലിപ്പും വേദന അല്ലാതെ വേറെ എന്തായിരുന്നു? മരപ്പം ഉണ്ടായിരുന്നോ? അതല്ലേ? എത്ര ഭാഗം മരപ്പിൽ എന്താ വ്യത്യാസം വന്നേ? മരപ്പിലിപ്പം മാറ്റമുണ്ട്. ഇപ്പൊ കാലം ഇങ്ങനെ അരക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇപ്പോൾ കല്ലിപ്പുണ്ട്. നല്ല ഇങ്ങനെയുള്ള വലിച്ചിരിവിടം വരെയുള്ള അതൊക്കെ ഒത്തിരി മാറി. ഇതില് മരപ്പ് എത്ര ദിവസം വ്യത്യാസം വന്നേ? മരപ്പ് അത് ചെയ്ത് എന്റെ ഒരു മാസമായപ്പോ തന്നെയാണെന്ന് വെച്ചു. 1 മാസം എടുത്തോ മരപ്പ് മാറാൻ? വേദനയ്ക്കോ? കൊണ്ടുള്ള ഓട്ടല്ലേ, റെസ്റ്റ് കിട്ടിയില്ലല്ലോ. ഇല്ല. വേദനയ്ക്കോ? വേദനയ്ക്ക് മാറ്റം വന്നു. എത്ര നാളുള്ള വേദന? ഈ ബ്ലഡ് എടുത്തതിന്റെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ വേദന മാറ്റം വന്നു. തൈലം മുഴുവെണ്ണം മേടിച്ചിട്ട്. പിന്നെ എന്തിനാ മാറ്റം വന്നത്? കളർ മാറ്റം ഒന്നുമല്ല. കളർ മാറ്റം വന്നത് അത് ഞാനിപ്പോ ഈയിടെ ശ്രദ്ധിക്കാൻ അറിയാം. കളർ മാറ്റം വന്നെന്നുള്ള എനിക്ക് ഇതൊക്കെ അറിയുന്നല്ലേ? വേദന 1-2 ആഴ്ച റേഞ്ച് അല്ലേ? പിന്നെ അത് ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നല്ലേ? ഇത് മൈൻഡ് ചെയ്യാതെ പോവായിരുന്നു. പക്ഷെ അന്നേരം കൊണ്ടുള്ള നടപ്പും പോക്കും ഒക്കെ ആയിരുന്നു. അന്ന് ഓർക്ക് നിങ്ങളൊന്ന് കറങ്ങി വീണാണ്. പ്രശ്നങ്ങൾ കാരണം പഴയ പേപ്പറും ആയിരുന്നല്ലോ അന്ന്. ഞാൻ പിന്നെ ചീട്ടുണ്ടല്ലോ അവിടെ പോയി. ഇത് എത്ര പഴക്കമായിരുന്നു നിങ്ങൾക്ക് സിസ്റ്റർ? ഇത് ഇന്റർവ്യൂ പ്രചാരണം റിക്വസ്റ്റിംഗ് കൺഫർമേഷൻ സ്ഥിരാവേദം അല്ല ഈ ശൃംഗം ഇപ്പുറത്തെ കാലിലാണല്ലോ ശൃംഗം ചെയ്തത്. ഇത് എത്ര പഴക്കമുണ്ട്? ഇതൊരു 5-6 മാസത്തിക്കുള്ളായില്ല. 5-8 മാസത്തിക്കുള്ളായില്ല. ചെയ്തതിന്റെ ചീട്ടൊക്കെ ഉണ്ട്. 5-8 മാസമായിട്ടുള്ള പ്രശ്നമായിരുന്നു. നമ്മൾ കുറെയൊക്കെ നോക്കിയല്ലേ? ഇടയ്ക്ക് പനി വന്നു, അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവസാനം ഇത് എടുക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതെടുത്ത പേപ്പർ എവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് സാരമില്ല, എവിടെയോ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ചീട്ടും കളഞ്ഞില്ല. 30/5